നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. മണ്ഡലം അതുതന്നെ, സ്ഥാനാർത്ഥികളും കഴിഞ്ഞ തവണ കളത്തിലിറങ്ങിയവർ തന്നെ. ഇനി അറിയേണ്ടത് ഫലം ആവർത്തിക്കുമോ അതോ മാറി മറിയുമോ എന്നാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊമ്പുകോർത്ത് ജയിച്ചവരും തോറ്റവരും വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുന്നത് 16 മണ്ഡലങ്ങളിലാണ്. സിറ്റിംഗ് MLA മാർ മണ്ഡലം നിലനിർത്താനും തോറ്റവർക്ക് സീറ്റ് പിടിച്ചെടുക്കാനുമുള്ള ജീവൻ മരണ പോരാട്ടമാണ് ഇത്തവണത്തേത്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞത് ഗുണം ചെയ്യുമെന്നാണ് ഇരുകൂട്ടരുടെയും ആത്മവിശ്വാസം. മഞ്ചേശ്വരം മണ്ഡലത്തിൽ 2021 NDAക്ക് വേണ്ടി K സുരേന്ദ്രൻ BJPയും UDFന് വേണ്ടി AK അഷ്റഫ് മുസ്ലിം ലീഗും കളത്തിലിറങ്ങി. 745 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അഷ്റഫ് ജയിച്ചപ്പോൾ സുരേന്ദ്രൻ രണ്ടാമതായി. LDFന്റെ VV രമേശ് CPM മൂന്നാമത് എത്താനേ കഴിഞ്ഞുള്ളൂ. സുൽത്താൻ ബത്തേരിയിൽ കഴിഞ്ഞ തവണ LDFനായി MS വിശ്വനാഥൻ CPMനും UDFനായി കോൺഗ്രസിന്റെ IC ബാലകൃഷ്ണനുമാണ് മത്സരിച്ചത്. വിജയം ബാലകൃഷ്ണനൊപ്പം നിന്നു. ഇക്കുറിയും ഇവർ ഇരുവരും തന്നെയാണ് മത്സരത്തിനിറങ്ങുന്നത്. കുറ്റിയാടിയിൽ LDFനു വേണ്ടി CPMന്റെ KP മുഹമ്മദ് കുട്ടിയും UDFനു വേണ്ടി പാറക്കൽ അബ്ദുള്ള മുസ്ലിം ലീഗുമാണ് മത്സരിച്ചത്. 333 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുഹമ്മദ് കുട്ടി വിജയിച്ചു. ഇക്കുറിയും മത്സരം പഴയ എതിരാളികൾ തമ്മിൽ തന്നെയാണ്. 2021 ഹൈ വോൾട്ടേജ് മത്സരം നടന്ന മണ്ഡലങ്ങളിലൊന്നായിരുന്നു തൃത്താല. LDFനു വേണ്ടി CPMന്റെ MB രാജേഷും UDFനു വേണ്ടി കോൺഗ്രസിന്റെ VT ബൽറാമും കുമ്പുകോർത്തപ്പോൾ 3016 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാജേഷ് വിജയിച്ചു. ഇത്തവണയും രാജേഷും ബൽറാമും തന്നെയാണ് തൃത്താലയിൽ അംഗത്തിനിറങ്ങുന്നത്. മലമ്പുഴയിൽ കഴിഞ്ഞ തവണ LDFനു വേണ്ടി CPMന്റെ A പ്രഭാകരനും NDAയ്ക്കായി BJPയുടെ C കൃഷ്ണകുമാറുമായിരുന്നു മത്സര രംഗത്ത്. 25734 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പ്രഭാകരൻ ജയിച്ചു. ഇത്തവണയും ഇവർ ഇരുവരും തന്നെയാണ് LDFനും NDAയ്ക്കുമായി രംഗത്തിറങ്ങുന്നത്. ഇരിങ്ങാലക്കുടയിൽ കഴിഞ്ഞ തവണ LDFനു വേണ്ടി CPMന്റെ R ബിന്ദുവും UDFനു വേണ്ടി കേരള കോൺഗ്രസിന്റെ തോമസ് ഉണ്ണിയാടനും തമ്മിലായിരുന്നു മത്സരം. 5949 വോട്ടിന് അന്ന് ബിന്ദു ജയിച്ചു, മന്ത്രിയുമായി. ഇക്കുറിയും ഇവർ ഇരുവരുമാണ് കളത്തിൽ. കളമശ്ശേരിയിൽ CPMന്റെ P രാജീവും UDFനായി മുസ്ലിം ലീഗിന്റെ V അബ്ദുൽ ഗഫൂറും കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ 15336 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാജീവ് ജയിച്ചത്. ഇത്തവണയും മണ്ഡലത്തിൽ പോരാളികൾ ഇവർ തന്നെയാണ്. കുന്നത്തുനാട്ടിൽ കഴിഞ്ഞ തവണ മത്സരം CPMന്റെ PV ശ്രീനിജിനും കോൺഗ്രസിന്റെ PV സജീന്ദ്രനും തമ്മിലായിരുന്നു. 2715 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശ്രീനിജിൻ വിജയിച്ചു. ഇക്കുറിയും ഇവർ രണ്ടാളുമാണ് LDFനും UDFനും വേണ്ടി മത്സരിക്കുന്നത്. കോതമംഗലം 2021 LDFനു വേണ്ടി CPMന്റെ ആന്റണി ജോണും UDFനു വേണ്ടി കേരള കോൺഗ്രസിന്റെ ഷിബു തെക്കേപ്പുറവും തമ്മിലായിരുന്നു മത്സരം. 6605 വോട്ടിനാണ് ആന്റണി ജോൺ ജയിച്ചത്. ഇക്കുറിയും പഴയ എതിരാളികൾ തന്നെയാണ് കോതമംഗലത്ത്. പാലയിൽ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണിയും മാണി C കാപ്പനും തമ്മിൽ മത്സരിച്ചപ്പോൾ വിജയം കാപ്പനൊപ്പമായിരുന്നു. ഭൂരിപക്ഷം 15378. ഇത്തവണയും LDF UDF സ്ഥാനാർത്ഥികളായി രംഗത്തിറങ്ങുന്നത് ഇവർ തന്നെയാണ്. കോട്ടയത്ത് 2021 LDFനു വേണ്ടി CPMന്റെ K അനിൽകുമാറും UDFനു വേണ്ടി തിരുവഞ്ചൂരുമായിരുന്നു കളത്തിലിറങ്ങിയത്. 18743 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തിരുവഞ്ചൂർ വിജയിച്ചു. ഇക്കുറിയും അനിൽകുമാറും തിരുവഞ്ചൂരുമാണ് ഇരുമുന്നണികൾക്കുമായി അംഗത്തിനിറങ്ങുന്നത്. പൂഞ്ഞാറിൽ കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് Mന്റെ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ വിജയിച്ചപ്പോൾ കേരള ജനപക്ഷം സെക്യുലർ നേതാവ് PC ജോർജ് ആയിരുന്നു രണ്ടാമതെത്തിയത്. ഭൂരിപക്ഷം 16817. ഇക്കുറിയും സെബാസ്റ്റ്യൻ തന്നെയാണ് LDF സ്ഥാനാർത്ഥി. എന്നാൽ BJP സ്ഥാനാർത്ഥിയായാണ് ഇക്കുറി PC ജോർജ് കളത്തിലിറങ്ങുന്നത്. അരൂരിലും കഴിഞ്ഞ തവണത്തെ എതിരാളികൾ തന്നെയാണ്. LDFനു വേണ്ടി CPMന്റെ ദലീമയും UDFനും കോൺഗ്രസിന്റെ ഷാനിമോൾ ഉസ്മാനും കഴിഞ്ഞ തവണ 2013 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ദലീമയുടെ വിജയം. ചവറയിൽ LDF സ്വതന്ത്രനായി സുജിത് വിജയൻ പിള്ളയും UDFനു വേണ്ടി RSPയുടെ ഷിബു ബേബി ജോണുമായിരുന്നു 2021 ഏറ്റുമുട്ടിയത്. 1096 വോട്ടിന് സുജിത് വിജയിച്ചു. ഇക്കുറിയും ഇവർ തന്നെയാണ് കളത്തിൽ. പത്തനാപുരത്ത് കഴിഞ്ഞ തവണത്തെ എതിരാളികൾ LDFന്റെ ഗണേഷ് കുമാർ കേരള കോൺഗ്രസ് Bയും UDFന്റെ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസിനും ആയിരുന്നു. 14336 വോട്ടിനായിരുന്നു ഗണേഷിന്റെ വിജയം. ഇക്കുറിയും പത്തനാപുരം ലക്ഷ്യമിട്ടിറങ്ങുന്നത് ഇവർ ഇരുവരും തന്നെയാണ്. ചടയമംഗലത്ത് ഇക്കുറിയും പോരാട്ടം LDFന്റെ J ചിഞ്ചുറാണി CPIയും UDFന്റെ NM നസീറും തമ്മിലാണ്. കഴിഞ്ഞ തവണ 13678 വോട്ടിനായിരുന്നു ചിഞ്ചുറാണിയുടെ വിജയം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.